പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. MLA അലി സാഹിബ് മഞ്ഞളാംകുഴി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു സ്കൂളിലെ ഈ കുട്ടികളൊക്കെ എല്ലാവരും സന്തോഷത്തോടെ കാണുന്നു, പുതിയ അന്തരീക്ഷമായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അതിജീവനത്തെ കാണുന്നത്? ഞാൻ ഒരു മിനിറ്റ്, ഇപ്പോൾ അതിജീവനം ഞാൻ പറയില്ല, കാരണം ഞങ്ങൾ ആ പഴയ കാര്യങ്ങൾ കംപ്ലീറ്റ് മറന്നു. ഈ പ്രാവശ്യം ഒരു പുതിയതായിട്ടുള്ളൊരു ആരംഭമാണ്. പ്രവേശന ഉത്സവം എന്ന് പറയുമ്പോഴേ അത് ശരിക്കൊരു ഉത്സവമാക്കിയിട്ടാണ് ഞങ്ങളിവിടെ ഇത് ആഘോഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടാകാത്ത കുറേ കാര്യങ്ങൾ, കുറേയധികം മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് വളരെ താല്പര്യപൂർവ്വം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. കുട്ടികളെന്ന് പറഞ്ഞാൽ വെറും പഠനം മാത്രം പോരാ, അവർക്ക് തമ്മിലുള്ള സ്നേഹം വേണം, തമ്മിലുള്ള ദയ വേണം. അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഞങ്ങളുടെ ഉദ്ദേശം. കുട്ടികൾ പറഞ്ഞത് പുതിയ സ്കൂളിലേക്ക് വന്ന പോലെ തോന്നിയതാണ്. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പഴയത് കംപ്ലീറ്റ് മറന്ന് പുതിയൊരു സ്കൂള്, കംപ്ലീറ്റ് ആയിട്ട് പുതുതായിട്ടുള്ള ഒരു സ്കൂളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ സക്സസ്ഫുൾ ആയി എന്നാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഇത് തുടക്കം മാത്രമാണ്, ഇനിയും കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇതൊരു പുതിയ സ്കൂളാണ്, പഴയ സ്കൂളേ അല്ല. വലിയ മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും അധികം സങ്കടപ്പെട്ട് നിന്നിരുന്ന സ്ഥാനത്താണ് അതിന് പകരം ഒരുപാട് സന്തോഷത്തോടെ കുട്ടികളൊക്കെ ചിരിച്ച് കളിച്ച് ആ ബലൂണുകളൊക്കെ ആയിട്ട് തൊപ്പിയൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇതുതന്നെയാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ട ദൃശ്യങ്ങളും. എല്ലാം കാലം മായ്ച്ചുകൊണ്ടേയിരിക്കുമെന്ന വലിയ ഒരു സത്യമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്, ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഈ പാങ് സ്കൂളിലെ ഈ സന്തോഷിക്കുന്ന ചിരിയോടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖങ്ങൾ കാണുമ്പോൾ പങ്കുവെക്കാനുള്ളത്. എന്താണെങ്കിലും എല്ലാം നല്ല മാറ്റങ്ങളിലേക്ക്, നല്ല മാറ്റത്തിലേക്ക് വഴിമാറുന്നു. പുതിയ അന്തരീക്ഷം, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറയുന്നത് കാൽപ്പനികമാണ്, സാങ്കല്പികമാണെങ്കിൽ പോലും പാങ്ങിലെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനപ്പുറം ചുരുക്കി പറയാൻ മറ്റൊരു വാക്കുകളില്ല. അതാണ് സാഹചര്യം. നമ്മൾ പാങ് സ്കൂളിലെ കാഴ്ചകൾക്ക് കൂടുതൽ പ്രത്യേകതകളുണ്ട്. എന്തായാലും അവിടെ അവരുടെ ആ ദുരന്തം എല്ലാം, ആ ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാവരും ആ തയ്യാറെടുപ്പിലാണ്, കുട്ടികളൊക്കെ ആ സന്തോഷത്തിലാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേദിയിലുണ്ട്. പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെൻറ് HSSൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന പ്രവേശനോത്സവ ചടങ്ങ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ എപ്പോഴും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ രംഗം. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ നയപരിപാടികളും മുന്നോട്ട് പോക്കുമൊക്കെ സ്വാഭാവികമായും അതിൻ്റെ ഒരു നീക്കങ്ങളൊക്കെ ഇന്ന് ആ വേദിയിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്ന് കാത്തിരിക്കാം. എന്തായാലും വളരെ ലളിതമായി മതി, ആർഭാടങ്ങൾ വേണ്ട എന്നൊരു നിലപാട് സർക്കാർ കാര്യത്തിൽ എടുത്തിരുന്നു. പട്ടം ഗവൺമെൻറ് HSSലാണ്, GHSSലാണ് സംസ്ഥാനതല പ്രവേശനോത്സവ ചടങ്ങുകൾ പുരോഗമിക്കും. ഈ
ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർക്ക്, വേദിയിലുള്ള തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ് അവർക്ക്, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി, ഡയറക്ടർ ജനറൽ ശ്രീ കെ മുരളീധരൻ അവർക്ക്, വേദിയിലുള്ള തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷ് അവർക്ക്, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ആസിഫ്, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹവും സന്തോഷവും നിറഞ്ഞ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുരുന്നുകളെയും വിദ്യാർത്ഥിനികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നീണ്ട വേനൽ അവധിക്ക് ശേഷം പുത്തൻ യൂണിഫോമും ബാഗും പുസ്തകങ്ങളുമായി നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് തിരിച്ചു വരുന്നു. ആ കുട്ടികളുടെ ചിരിയും സന്തോഷവുമാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ മാധുര്യം. പഠനം എന്നത് മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ പഠനം ഇസ് നോട്ട് ജസ്റ്റ് ദ 3 hours ഓഫ് റീഡിംഗ്, റൈറ്റിംഗ് ഓർ അരിത്മെറ്റിക്. പഠനം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിനോടൊപ്പം കുട്ടികളുടെ കായിക കഴിവുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അവസരം നൽകുന്ന ഒരു വേദിയാണ് പഠനം. അതിനവസരം നൽകുന്ന വേദിയാണ് നമ്മുടെ സ്കൂളുകൾ. പുതുയുഗ കാലത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തെയും ഇന്ന് അധ്യാപക സമൂഹവും മുതിർന്ന വിദ്യാർത്ഥി സമൂഹവും ആശ്രയിക്കുന്നുണ്ട്. പുതുയുഗ ഒരു ടൂൾ ഉപയോഗിച്ച് AI ടൂൾസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രവേശനോത്സവത്തിന്റെ ചില വരികൾ ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അറിവിന്റെ പുത്തൻ പുലരിയുമായി സ്കൂളുകൾ വീണ്ടും തുറന്നല്ലോ. സുന്ദര ചിത്രശലഭങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഓടിയെത്തിയല്ലോ. സ്കൂൾ മണി വീണ്ടും മുഴങ്ങുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും ടീച്ചർമാർ വീണ്ടും ചൊല്ലിക്കൊടുക്കുമല്ലോ. കഥകളും പാട്ടുകളും കളികളും ഒപ്പം കുട്ടികൾ പാഠങ്ങൾ പഠിക്കുമല്ലോ. നാടിന്റെ ഉത്തമ പൗരന്മാരായി വളരട്ടെ നമ്മുടെ കുട്ടികൾ. സ്കൂൾ പഠനകാലം കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ യോഗത്തിന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.